പണ്ടൊക്കെ സ്കൂളിലും കോളേജിലും ഓഫീസിലും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്ഥിരം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കേട്ടിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇയാളുടെ അമ്മയ്ക്ക് എവിടെന്നാ ഇത്രയധികം സമയം രാവിലെ ഈ ഓടിപ്പിടിച്ച് ഇത്രയധികം കറികളൊക്കെ ഉണ്ടാക്കി ചോറ് കിട്ടിത്തരുന്നതിന് ഇത്രയും സമയം എവിടെന്നാന്ന് ചോദിക്കുമായിരുന്നു കേട്ടോ. അന്നൊക്കെ ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാനതങ്ങ് ചിരിച്ച് കളയാറായിരുന്നു കേട്ടോ പതിവ്. കാര്യം എനിക്കതിന് പ്രത്യേകിച്ചൊരു ഉത്തരം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത്, അതായത് ഞാനൊരു അമ്മയായപ്പോഴാണ് എനിക്കതിന് പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കാനും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആസ് എ പാരൻറ്റ് അല്ലെങ്കിൽ ഒരു ആസ് എ മദർ നമുക്കൊരു സന്തോഷം തോന്നുന്നത്. അതിപ്പോൾ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ അത്യാവശ്യം ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നൊരു കൂട്ടത്തിലായിരുന്നു. അത് കാരണം തന്നെ അമ്മ അത് ആ ഒരു പ്രിഫറൻസ് മനസ്സിലാക്കിയായിരുന്നു ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്ന് വിട്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവക്കുട്ടിക്ക് വേണ്ടിയിട്ട് അതേ എഫേർട്ട് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണെന്ന് പറഞ്ഞപ്പോൾ ഇവക്കുട്ടി ഓടി വന്ന് എന്നോട് പറഞ്ഞത്, അമ്മ എനിക്ക് ഗ്രീൻ കളറിലെ പൂരി ഉണ്ടാക്കി തരണേന്നായിരുന്നു. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്ക് ഗ്രീൻ കളർ പൂരി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കളർ മാറ്റി കുറച്ച് ബീട്രൂട്ട് എടുത്തിട്ട് നല്ലോണം വേവിച്ച് പ്യൂരിയാക്കി അത് നമ്മുടെ പൂരി ഡൗയിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് പൂരി ആക്കിയതായിരുന്നു കേട്ടോ. ഇത് വലിയ ടാസ്ക്കൊന്നുമല്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അവരത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. അതാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്തത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, എന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്കൊരു Q&A ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ്സ് ചെയ്താൽ മതി. നമുക്കപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.